കൃത്യമായിട്ട് ഉണ്ണി സാറിനെയും FKയിലെ ഓരോരുത്തരെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം വെച്ചിരുന്നത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എത്തി. ഇന്നാണ് ഞങ്ങളെല്ലാവരും ഒന്ന് ഇരുന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇതിൻ്റെ ഇടയിൽ സുഹൃത്തെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു പോസ്റ്റ് ഇടാൻ പറ്റുന്നില്ല. സിനിമ ഈ ഫസ്റ്റ് ഡേ മുതൽ ഡീഗ്രേഡിങ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളൊരു നല്ല സിനിമ ചെയ്യണമെന്ന് ഓർത്ത് ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ വന്നത്. ഞങ്ങൾ പുതിയ ആൾക്കാർ തന്നെയാണ്. 6 കൊല്ലമായി കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ അല്ല സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നത്. 2018 ക്വീൻ ചെയ്യുന്ന ഇപ്പോൾ എൻ്റെ ചോദ്യങ്ങളെല്ലാം തിരിഞ്ഞാണ്. ആദ്യ സിനിമ കോപ്പി അടിച്ചു. അത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ സംവിധായകനാണ്, ഞാൻ തിരക്കഥാകൃത്തല്ല. എൻ്റെ ആദ്യ സിനിമ കോപ്പി അടിച്ചു, ജനഗണമന കോപ്പി അടിച്ചു. ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യയിൽ വന്നേക്കും. ഇതാണ് എനിക്ക് കിട്ടുന്ന പോയിന്റ്. ഞാൻ ഏതോ പരസ്യങ്ങൾ കോപ്പി അടിച്ചു. ഇതൊന്നും ഞാൻ സംവിധാനം ചെയ്യുന്നതാണ്. എവിടെയാണ് ഞാൻ റൈറ്റർ ഡയറക്ടറാണോ? അല്ല. അപ്പം ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണ്ടേ നമ്മളോടൊരു ഇത് അവതരിപ്പിക്കാൻ. പേഴ്സണലി ഇതിൻ്റെ പടത്തിൻ്റെ പ്രൊമോഷൻ നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ 2 ചിത്രങ്ങളും അറിയാം. അതിന് എൻ്റെതായ രീതിയുണ്ട്. ജനഗണമനയുടെ തലേ ദിവസം പ്രൊഡ്യൂസറായ ലിസ്റ്റ് എന്നെ വിളിച്ച് ചോദിച്ചാണ്, എടാ കോടതിയുടെ രംഗങ്ങൾ ഇറക്കണ്ടേ? ഞാനാണ് പറഞ്ഞത് വേണ്ട, പ്രേക്ഷകർ ഏറ്റെടുക്കും ഫസ്റ്റ് ഡേ എന്ന് ഞാൻ പറഞ്ഞ പേരിലാണ് അത് ഇറക്കാതിരുന്നത്. അതേപോലെ എനിക്ക് ഈ സിനിമയ്ക്ക് എനിക്കൊരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സെഗ്മെന്റ്സ് വിടാൻ കഴിയില്ല. ഞാൻ എന്തിനത് വിടണം? ഞാൻ ഇതിൻ്റെ പടത്തിൻ്റെ എല്ലാം ഒളിപ്പിച്ച് വെച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്താണ് ഒളിപ്പിച്ച് വെച്ചത്? റക്കി, പൂജ, MP43 പൂജ, ഇതെല്ലാം ഞാൻ ചെയ്തതല്ലേ. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ നോക്കിയാൽ പോരെ. ഒന്നെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് ചോദിക്കണം. പിന്നെ ഈ പറയുന്നു എന്തൊക്കെയാണ് എനിക്ക് വരുന്ന ബേസിക്കലി ഈ പടത്തിന്റെ പ്രൊമോഷൻ ഇതിനെ പാളിച്ച അതല്ല ചോദിച്ച ചോദ്യം പാളിച്ച സംഭവിച്ചോന്ന് വെച്ചാൽ ഇല്ല. ഞങ്ങൾക്ക് ഈ സിനിമ തുടങ്ങിയതിന് ശേഷം ഈ സിനിമയ്ക്ക് വേണ്ട പ്രൊമോഷൻ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ വെച്ചത്. കാര്യം ഈ സിനിമയുടെ സ്വഭാവം ഒരു പർട്ടിക്കുലർ സെക്കൻഡ് ഹാഫ് കഴിയുന്നതോട് കുറച്ച് സീരിയസ് ആവും. അതുവരെ നമ്മൾ ഹ്യൂമറാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർ പ്രതീക്ഷിച്ച ഒരു ഹ്യൂമർ ആണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ സിനിമ കണ്ട് ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർ അതാണ് പറയുന്നത്. അവരാഗ്രഹിച്ച സിനിമയാണ്, അവരിഷ്ടപ്പെടുന്ന സിനിമയാണ്. ഇതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ തൊട്ട് സീരിയസ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷെ 2 ദിവസം മുന്നേ വിട്ട ടീസറിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ സിനിമയുടെ സ്വഭാവം ഇതാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർ നമ്മുടെ സിനിമയിലോട്ട് വന്ന് ആ സിനിമ കാണാൻ വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രൊമോഷന്റെ രീതിയിൽ ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല. ഈ പടം ഒരു ഫ്ലോപ്പ് സിനിമയാണെങ്കിൽ ഈ തിയേറ്ററിൽ നിന്ന് എല്ലാം പടം കുറയണ്ടേ? ഒരു ഷോ എങ്കിലും കുറയണ്ടേ? ഒരു 10 തിയേറ്ററിൽ നിന്നെങ്കിലും സിനിമ എടുത്ത് മാറ്റണ്ടേ? സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഡീഗ്രേഡിന്റെ അങ്ങേയറ്റം. നമ്മൾ ഓൺലൈനിൽ വന്നിട്ട് പ്രൊമോഷൻ ടീമിനോട് ചോദിക്കുകയാണ്, മറ്റേ നിഷാദ് കോയയുടെ ആ പോസ്റ്റിനടിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ രീതിയിൽ ചെയ്യാമോ എന്ന് ഞങ്ങളുടെ ടീമിലുള്ളവരോട് തന്നെ ചോദിക്കുകയാണ്. അല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈനിന്റെ ഏറ്റവും മോശകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. നമുക്കിപ്പോൾ എങ്ങനെയാണ് ഒരു 10,000 ഓൺലൈൻകാരുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് മുഴുവൻ പരസ്യം കൊടുക്കാനായിട്ട് പറ്റുമോ? നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു 100-200 പേരെ ആയിരിക്കും. ബാക്കി 800 പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളൊരു പ്ലാനിങ് ഇല്ല, ഒരു സിനിമയ്ക്ക് ഇത്ര രൂപയുടെ പരസ്യം കൊടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടല്ലോ. അത് കൊടുക്കാത്തവർ മുഴുവൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് ശത്രുക്കളാവുന്നത്? സിനിമയിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അതിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല. ഡീഗ്രേഡ് ചെയ്യുക, പടത്തെ പറ്റി എത്ര താറടിച്ച് സംസാരിക്കുക, ഇതാണോ സിനിമ? ഇവിടെയൊക്കെ പ്രശ്നമുണ്ടാക്കിയ സിനിമ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് അല്ലെ? ഓൺലൈൻകാരെ അടച്ച് നമുക്ക് പറയാം, സിനിമ കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്നാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അല്ലാതെ ഓൺലൈൻകാരുണ്ടാക്കിയ പ്രശ്നമല്ല. എന്നിട്ട് അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു, അദ്ദേഹം ഫേസ്ബുക്കിലിടുന്നു, പിന്നീട് പിൻവലിക്കുന്നു, വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. അവിടെയാണ് ഈ പുറലോകം മൊത്തം അറിഞ്ഞത് എന്നാണ് ലിസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഓൺലൈൻകാർ മൊത്തം പരസ്യം ഇല്ലാത്തതുകൊണ്ട് ഡീഗ്രേഡ് എന്നുള്ള സാധനമല്ല അതിനകത്തുള്ളത് എന്ന കാര്യത്തിലൊരു സംശയമില്ല. അന്നും ഇന്നും ഉള്ളതാണ് ഡീഗ്രേഡിംഗ് ഉള്ളത്. അല്ല, ആ ഒരു അഭിപ്രായം എനിക്ക് 100% ഉണ്ട്. കാരണം ഞാനാണല്ലോ പൈസ ഈവൻ മുടക്കുന്ന ഒരാൾ. അപ്പം എത്രത്തോളം പൈസ കൊടുത്തില്ലെങ്കിൽ, നമുക്ക് ഇത്ര രൂപയ്ക്ക് പരസ്യം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമായിട്ട് നിൽക്കുവാണ്. അതെന്ത് ചെയ്യും? ഇത് ഞാൻ ഫേസ് ചെയ്യുന്ന, ഇത്രയും സിനിമകൾ നിർമ്മിക്കുന്ന ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമല്ല പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എങ്ങനെയാണ് ഒരു സിയാദ് നാളെ ഒരു പടം ഇറക്കുന്നുണ്ട്, സിയാദ് ഒരു പ്ലാൻ ഉണ്ടല്ലോ, ഞാൻ ഈ പടത്തിന് വേണ്ടിയിട്ട് ഇത്ര രൂപ മുടക്കുന്നുള്ളൂ എന്നൊരു പ്ലാൻ ഉണ്ടല്ലോ. ഞാൻ വേറൊരു രീതിയിൽ ഇപ്പം അധികം ഫ്ലെക്സ് ബോർഡ് ഒന്നും വെക്കണ്ടായിരിക്കാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റലിൽ മാത്രം പ്രൊമോഷൻ ചെയ്താൽ മതി. ഞാൻ കേരളത്തിൽ 250 ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. അത് എൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. എൻ്റെ സിനിമ എവിടെ ചെന്ന് കഴിഞ്ഞാലും കാണണം എന്നുള്ള രീതി. അത് ശരിയാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അത് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ.